ഹായ്, അപ്പോഴിന്ന് നല്ല ആവി പറക്കുന്ന ബീഫ് പൊള്ളിച്ചത് നല്ല ചൂട് പൊറോട്ട ആയാലോ? അറിയാലോ, പൊറോട്ടയും ബീഫും മലയാളികൾക്ക് എന്നൊരു വികാരമാണ്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി വന്നാലോ? അതിനായി ഞാൻ 1 കിലോ ബോൺലെസ് ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ തക്കാളി, കറിവേപ്പില, കുഞ്ഞുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി നല്ല തേങ്ങാക്കൊത്തും നല്ല കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി വറ്റൽമുളക് ഇതൊക്കെ നല്ല ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റായിട്ട് ആ വെളിച്ചെണ്ണയിൽ പച്ചമുളകൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ 2 സവാളയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഒരു വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മളിതൊരു വാഴേൻ്റെ വള്ളി വെച്ച് തന്നെ നന്നായിട്ട് കെട്ടിയെടുക്കണം. ഇതുപോലെ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തു. എന്നിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിത് ഈ പൊതി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട്. പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് 2 സൈഡും നല്ലൊരു മണം വരും. ഇപ്പോൾ നമ്മുടെ ബീഫ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് തുറക്കാൻ പോയാണ്. കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല വാഴയിലൊക്കെ നല്ല മണമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി